ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. മുഖ്യമന്ത്രിയായി ഫഡ്നാവിസിന്റെ പേര് അംഗീകരിച്ചു. ഇന്നോ നാളെയോ യോഗം ചേരും. മുംബൈ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പേര് പാർട്ടി അംഗീകരിച്ചതായി മുതിർന്ന ബിജെപി നേതാവ്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. നിയമസഭാ കക്ഷിനേതാവിനെ തിരഞ്ഞെടുക്കാൻ ബിജെപി എംഎൽഎമാർ ഇന്നോ നാളെയോ യോഗം ചേരുമെന്നും മുതിർന്ന ബിജെപി നേതാവ് പറഞ്ഞു. ഇത് ജനകീയ സർക്കാരാണെന്നും പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ചേർന്ന് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും ഷിൻഡെ പറഞ്ഞ മണിക്കൂറുകൾക്കകമാണ് ബിജെപി നേതാവ് മുഖ്യമന്ത്രിയായി ഫഡ്നാവിസിന്റെ പേര് അംഗീകരിച്ചെന്ന കാര്യം വ്യക്തമാക്കിയത്. ജന്മനാടായ സത്താറയിൽ നിന്ന് മുംബൈയിൽ തിരിച്ചെത്തിയ ഷിൻഡെ ഇന്ന് സഖ്യകക്ഷി നേതാക്കളുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തേക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഫഡ്നാവിസിന് തന്നെയാണോ മുൻതൂക്കമെങ്കിലും ഔദ്യോഗിക തീരുമാനമുണ്ടാകാത്തതിനാൽ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത പലരും സംശയിക്കുന്നു. കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോളിന്റെ പേര് ചർച്ചകളിൽ സജീവമാണ്. ബിജെപി മുംബൈ ഘടകം അധ്യക്ഷൻ ആശിഷ് ഷെലാർ, ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താഡെ, എംഎൽഎ രവീന്ദ്ര ചവാൻ എന്നീ പേരുകളും ചർച്ചകളിൽ ഉയർന്നു. എന്നാൽ ഫഡ്നാവിസിനെയാണ് ആർഎസ്എസ് പിന്തുണയ്ക്കുന്നത്. ആഭ്യന്തര വകുപ്പ്, ഉപമുഖ്യമന്ത്രിസ്ഥാനം എന്നീ ആവശ്യങ്ങളിൽ ഉറച്ചുനിൽക്കുന്ന ഷിൻഡെ മകനും കല്യാൺ എംപിയുമായ ശ്രീകാന്ത് ഷിൻഡെയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് ബിജെപി അർദ്ധസമ്മതം മൂളിയതായി റിപ്പോർട്ടുണ്ട്. ഷിൻഡെയോട് ആലോചിക്കാതെ സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ടെന്നും സൂചനയുണ്ട്. ജി സുധാകരനും ഭാര്യയും മനസ്സാ ബിജെപി അംഗത്വം സ്വീകരിച്ചവർ. ഞാൻ വീട്ടിൽ പോയി ഷാൾ അണിയിച്ചു. തളിപ്പറമ്പ് സിപിഎം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനും ഭാര്യയും മനസ്സുകൊണ്ട് ബിജെപി അംഗത്വം സ്വീകരിച്ചവരാണെന്നും അവരെ താൻ വീട്ടിൽ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഷാൾ അണിയിച്ചിരുന്നുവെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ഏതാനും ദിവസം മുൻപ് ആലപ്പുഴയിലെ വീട്ടിൽ പോയാണ് സുധാകരനെ നേരിൽ കണ്ടതെന്നും വീടിന്റെ ഗേറ്റിലേക്ക് വന്നാണ് സുധാകരൻ സ്വീകരിച്ചതെന്നും അത് ബിജെപിക്കുള്ള സ്വീകരണമായിട്ടാണ് കാണുന്നതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കെ.ടി. ജയകൃഷ്ണൻ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ നടത്തിയ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിജെപി നേതൃത്വം അവധാനത കാണിക്കാതെ കോൺഗ്രസിന് പോലെയായിരുന്നുവെങ്കിൽ കണ്ണൂരിലെ നേതാവ് ഇ.പി. ജയരാജൻ കട്ടൻ ചായയും പരിപ്പുവടയും ഉപേക്ഷിച്ച് ഇപ്പോൾ ഇവിടെ ബിജെപിയുടെ വേദിയിൽ ഉണ്ടാകുമായിരുന്നു. വിശിഷ്ട വ്യക്തിത്വങ്ങളെ പോയി കാണണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനമനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ സഖാവായി കണക്കാക്കുന്ന ജി സുധാകരനെ ഞാൻ വീട്ടിൽ പോയി കണ്ടത്. ഇക്കാര്യം പുറത്തു പറയേണ്ടെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ പറയാതെ നിർവാഹമില്ല. ഇത് നടന്നിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല. ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ട് ഷാൾ അണിയിക്കുകയും ഏകാത്മ മാനവ ദർശനം എന്ന പുസ്തകം സമ്മാനിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹത്തിന്റെ പത്നിയുമായി 1 മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ എണ്ണി പറഞ്ഞു. മനസ്സുകൊണ്ട് ബിജെപിയുടെ അംഗത്വം സ്വീകരിച്ച ആളുകളാണ് ജി സുധാകരനും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്നതിൽ സംശയമില്ല, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ബിജെപി നേതൃത്വം അവധാനത കാണിക്കാതെ കോൺഗ്രസിന് പോലെ ആയിരുന്നുവെങ്കിൽ കണ്ണൂരിലെ സഖാവായ ഇ.പി. ജയരാജൻ ഇപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ബിജെപിയുടെ പ്രതിനിധിയോ ഗവർണറോ ആയിരുന്നേനെ. ഈ വേദിയിലും വന്നിരിക്കുമായിരുന്നു. കണ്ണൂരിൽ പി ദിവ്യയോടൊപ്പവും പത്തനംതിട്ടയിൽ നവീൻ ബാബുവിനുമൊപ്പം നിൽക്കുന്ന സിപിഎം ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. കേരളത്തിൽ സിപിഎമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ നിന്ന് വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ പറയുന്നത്. അത് അദ്ദേഹത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്യാപ്റ്റൻ ഇ.പി. ജയരാജൻ തന്നെയായിരിക്കും. സിപിഎമ്മിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇ.പി. ജയരാജനാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. രാഹുൽ സൈക്കോ, വഞ്ചകൻ, ഈ കേസിലിനി ട്വിസ്റ്റ് ഉണ്ടാവില്ല. കരുതലോടെ പൂട്ടാൻ പോലീസുകാരൻ പ്രതിയാകുകയും സിഐക്ക് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്ത കേസിലെ 1ാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലുമാകാതെ പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് അവസാനിപ്പിക്കുന്നത് പോലീസിന് നോക്കി നിൽക്കേണ്ടി വന്നു. പക്ഷേ അതേ കേസിലുണ്ടായ ഒരു വഴിത്തിരിവ് പോലീസിനു പിടിവള്ളിയായി. പ്രതിയെ പൂട്ടാൻ ഒരു അവസരം കൂടി കിട്ടിയപ്പോൾ കൈയോടെ പിടികൂടി ജയിലിലുമടച്ചു. ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നതിൽ പെൺകുട്ടിക്കും കുടുംബത്തിനും ഇപ്പോഴും ആശയക്കുഴപ്പമുള്ളതിനാൽ ഇതുവരെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല. ഇത്തവണ പോലീസ് കരുതലോടെയാണ് കേസ് കൈകാര്യം ചെയ്യുന്നത്. പോലീസുകാർ പ്രതിക്കൂട്ടിലാകുന്നത് ഒഴിവാക്കാനാണിത്. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട 1ാം പ്രതി കഴിഞ്ഞ മെയ് 12-നാണ് പന്തീരാങ്കാവ് സ്വദേശി രാഹുൽ പി. ഗോപാലിനെതിരെ നവവധു ആദ്യം ഗാർഹിക പീഡന പരാതി നൽകിയത്. എന്നാൽ പോലീസ് വേണ്ടത്ര ഗൗരവത്തോടെ അത് കൈകാര്യം ചെയ്തില്ല എന്നായിരുന്നു ആരോപണം. പറവൂർ സ്വദേശിയായ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹത്തിന്റെ അടുത്ത ദിവസം രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായ വിവരം അറിഞ്ഞത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഇരുകുടുംബങ്ങളുമായി ചർച്ച നടത്തി പോലീസ് രാഹുലിന്റെ പേരിൽ കേസെടുത്ത ശേഷം വിട്ടയച്ചു. പെൺകുട്ടിയെ വീട്ടുകാർ പറവൂരിലേക്ക് കൊണ്ടുപോയി. ഇതിനു പിന്നാലെ പോലീസിനെതിരെ ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. തനിക്ക് ക്രൂരമായി മർദ്ദനമേറ്റെന്ന് പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞതോടെ വലിയ വാർത്തയായി. 14 തീയതി വരെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ വിദേശത്തേക്കു കടന്നു. കേസെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ സിഐഎഎസ് സസ്പെൻഡ് ചെയ്തു. വിദേശത്തേക്കു കടക്കാൻ സഹായിച്ച സിവിൽ പോലീസ് ഓഫീസറെ ശരത് ലാൽ കേസിൽ പ്രതിയായി. രാഹുലിന്റെ അമ്മയും സഹോദരിയുമായിരുന്നു 2-3 പ്രതികള്.
രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് 4-ാം പ്രതിയും സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാല് 5-ാം പ്രതിയുമായി. രാഹുൽ ഒഴികെ എല്ലാവരും അറസ്റ്റിലായി. വിദേശത്തേക്കു കടന്ന രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. താൻ മർദ്ദിച്ചില്ലെന്നും ജർമ്മനിയിൽ ജോലിയുള്ള തനിക്ക് സ്ത്രീധനത്തിന്റെ ആവശ്യമില്ലെന്നും രാഹുൽ വീഡിയോ സന്ദേശം പുറത്തുവിട്ടു. ഇതിനിടെ പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. പിന്നാലെ രാഹുൽ മർദ്ദിച്ചില്ലെന്നും ശുചിമുറിയിൽ വീണപ്പോഴാണ് പരുക്കു പറ്റിയതെന്നും വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് രാഹുലിനെതിരെ പരാതി നൽകിയതെന്നും പരാതി കള്ളമാണെന്നും പറയുന്ന വീഡിയോയും പുറത്തുവിട്ടു. ഒരുമിച്ചു ജീവിക്കാനാണ് താൽപര്യമെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് രാഹുലും പെൺകുട്ടിയും ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടി. പക്ഷേ രാഹുലിനെതിരെയാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. രാഹുൽ ലഹരിമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇരുവർക്കും കൗൺസലിംഗ് നൽകിയ ശേഷം ഒരുമിച്ച് ജീവിക്കാൻ ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. അറസ്റ്റുണ്ടാവില്ല എന്നുറപ്പായ ശേഷമാണ് രാഹുൽ വിദേശത്തുനിന്ന് തിരിച്ചെത്തിയത്. അങ്ങനെ 5 പ്രതികളുള്ള കേസിൽ 1-ാം പ്രതി രാഹുൽ മാത്രം അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുകയും കേസ് റദ്ദാക്കുകയും ചെയ്തു. കോടതിയുടെ അനുമതിയോടെ ഒരുമിച്ച് ജീവിക്കുന്നതിനിടെയാണ് വീണ്ടും പരാതിയുണ്ടായത്. ഇത്തവണയും പെൺകുട്ടി പരാതി നൽകാൻ ആദ്യം തയ്യാറായില്ല. പരുക്കുകളുമായി ആശുപത്രിയിലെത്തിയപ്പോൾ ഗാർഹിക പീഡനമാണെന്ന് ആശുപത്രി അധികൃതരാണ് പോലീസിനെ അറിയിച്ചത്. തിങ്കളാഴ്ച രാത്രി തന്നെ പോലീസ് രാഹുലിനെ പിടികൂടി. മദ്യലഹരിയിലായിരുന്നു ഇയാൾ. തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ സ്ഥലത്തെത്തിയ ശേഷമാണ് പരാതി നൽകിയത്. സാധ്യമായ എല്ലാ വകുപ്പുകളും രാഹുലിനെതിരെ ചുമത്തുകയും ചെയ്തു. ഇത്തവണ പൂട്ടി. പരാതിയില്ലെന്ന് പെൺകുട്ടി പറഞ്ഞിട്ടും കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ വിടാൻ പോലീസ് തയ്യാറായില്ല. മദ്യലഹരിയിലായതുകൊണ്ട് കരുതൽ തടങ്കലിൽ വയ്ക്കുകയായിരുന്നു. തുടർന്ന് പരാതി ലഭിച്ചപ്പോൾ വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. പ്രതി റിമാൻഡിലായി. ഹൈക്കോടതി റദ്ദാക്കിയ മുൻ കേസുകൂടി വീണ്ടും ചുമത്താൻ സാധിക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പെൺകുട്ടി പഴയ പരാതി വീണ്ടും ഉന്നയിക്കാൻ തയ്യാറായാലേ പോലീസിന് ഇക്കാര്യത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കൂ. അതിനാൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ചോദിച്ചിട്ടില്ല. അതേസമയം രാഹുലിന്റെ കേസ് ഏറ്റെടുക്കാൻ ആദ്യത്തെ അഭിഭാഷകൻ തയ്യാറായിട്ടില്ല. മറ്റാരും ഇതുവരെ ഏറ്റെടുത്തതുമില്ല. അതിനാൽ ജാമ്യഹർജി നൽകാൻ രാഹുലിന് സാധിച്ചില്ല. സൈക്കോ എന്ന പെൺകുട്ടിയുടെ പിതാവ് രാഹുൽ സൈക്കോ ടൈപ്പ് ആണെന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ ആരോപിച്ചത്. രാഹുൽ വഞ്ചകനാണ്. ലഹരിമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. ആദ്യത്തെ പരാതി കൊടുത്തപ്പോൾ മകൾക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണുണ്ടായത്. കൈകൊണ്ട് മർദ്ദിച്ചതിനേക്കാൾ വലിയ പീഡനം വാക്കുകൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു. അതിനാൽ ഇനി ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ലെന്നും അച്ഛൻ പറഞ്ഞു. വളപട്ടണത്തെ വൻ കവർച്ച. അയൽവാസി കസ്റ്റഡിയിൽ. കണ്ണൂർ വളപട്ടണം മന്നയിൽ അരിവ്യാപാരി കെ പി അഷ്റഫിന്റെ വീട് കുത്തിത്തുറന്ന് 1 കോടി രൂപയും 300-ലേറെ പവൻ ആഭരണങ്ങളും കവർന്ന സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. അഷ്റഫുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അയൽവാസി ലിജീഷിനെയാണ് ഇന്നലെ വൈകിട്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്യുന്നു. വീട്ടുകാരുമായി വളരെ അടുപ്പമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കഴിഞ്ഞ മാസം 19-ന് വീടുപൂട്ടി മധുരയിൽ കല്യാണത്തിനു പോയ അഷ്റഫും കുടുംബവും 24-ന് രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ജനലിന്റെ ഗ്രിൽ ഇളക്കിമാറ്റി അകത്തുകടന്ന് കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ച പണവും ആഭരണങ്ങളുമാണ് കവർന്നത്. ഒരാൾ മാത്രമാണ് മോഷണത്തിനു പിന്നിലെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. റൂറൽ SP അനൂജ് പലിവാളിന്റെയും കണ്ണൂർ സിറ്റി SB TK രത്നകുമാറിന്റെയും നേതൃത്വത്തിലുള്ള 25-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പെരുമഴപ്പെയ്ത്ത് 4 ജില്ലകളിൽ റെഡ് അലർട്ട്. തീർത്ഥാടകർ നദികളിൽ ഇറങ്ങുന്നത് നിരോധിച്ചു. തിരുവനന്തപുരം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഇന്ന് 24 ഡിസംബർ 2 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിതീവ്ര മഴ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 24 ഡിസംബർ 2 കോട്ടയം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടി, ട്യൂഷൻ സെന്റർ, സ്കൂൾ, പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെ അവധി ബാധകമാണ്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ഇടുക്കിയിൽ പൂർണ്ണമായും റെസിഡൻഷ്യലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും തിങ്കളാഴ്ച മഴ മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ തിങ്കളാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കപ്പൂച്ചിൻ ബ്രദേഴ്സ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോടഞ്ചേരി. കപ്പൂച്ചിൻ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ കോടഞ്ചേരി ഇടവകയിൽ ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെയും കോഴിക്കോട് സഹകരണ ആശുപത്രിയുടെയും സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജോ മേലാട്ട് അധ്യക്ഷത വഹിച്ചു. ആലുവ സെന്റ് തോമസ് പ്രൊവിൻസ് അംഗം ഫാദർ ട്രിജോ ചക്കാലക്കൽ,
വാർഡ് മെമ്പർ വാസുദേവൻ ഞാറ്റുകാലായിൽ, ബ്രദർ ഡയസ് ആന്റണി, ബ്രദർ സജിത്ത് സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്യാമ്പിൽ 50ഓളം പേർ രക്തം ദാനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് കോടഞ്ചേരിയിൽ വലിയ നക്ഷത്രം സ്ഥാപിച്ചു. കോടഞ്ചേരി ലോകം മുഴുവൻ ക്രിസ്മസിന് വരവേൽക്കാൻ കാത്തിരിക്കുന്ന അവസരത്തിൽ കോടഞ്ചേരി ടൗണിന്റെ ഹൃദയഭാഗത്ത് വലിയ നക്ഷത്രം ഒരുക്കി കത്തോലിക്ക കോൺഗ്രസ് കോടഞ്ചേരി യൂണിറ്റ്. നക്ഷത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം കോടഞ്ചേരി ഇടവക വികാരിയും കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന ഡയറക്ടറുമായ ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി ഡയറക്ടർ ഫാദർ സബിൻ തുമുള്ളിൽ, രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കരിമടത്തിൽ, കോടഞ്ചേരി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജോ മേലാട്ട്, രൂപത ട്രഷറർ സജി കരോട്ട്, യൂണിറ്റ് ഭാരവാഹികളായ ഷില്ലി സെബാസ്റ്റ്യൻ, ബിബിൻ കുന്നത്ത്, ഷിജി അവനൂർ എന്നിവർ സംസാരിച്ചു. കെസിവയും യുവജനങ്ങളുടെ ഡാൻസിന്റെ അകമ്പടിയോടെ നടത്തിയ ഈ പ്രോഗ്രാമിൽ എല്ലാവർക്കും മധുരപലഹാരം നൽകി അവസാനിപ്പിച്ചു. കണ്ണോത്ത് സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. കോടഞ്ചേരി കണ്ണോത്ത് സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷത്തിന് ബഥാനിയ ധ്യാനകേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ നിതിൻ കരിന്തോളിൽ കൊടിയേറ്റി. തിരുനാൾ ദിനങ്ങളിൽ തിങ്കൾ മുതൽ ശനി വരെ പ്രത്യേക ദിനങ്ങളായി ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന, ഡിസംബർ 6 വെള്ളി വൈകിട്ട് 6 കളപ്പുറം കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം. 7 ശനി പ്രധാന തിരുനാൾ ദിനം വൈകിട്ട് 4:30 ആഘോഷമായ തിരുനാൾ കുർബാന, ടൗൺ പന്തലിലേക്ക് പ്രദക്ഷിണം, വാദ്യമേളങ്ങൾ, ആകാശവിസ്മയം. 8 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന, പ്രദക്ഷിണം, സ്നേഹവിരുന്ന്. വൈകിട്ട് 7 കോഴിക്കോട് രംഗഭാഷയുടെ സാമൂഹിക നാടകം മിഠായി തെരുവ്. ഇന്ന് വൈദ്യുതി മുടങ്ങും. കോടഞ്ചേരി, തിരുവമ്പാടി, പുതുപ്പാടി എന്നീ KSEB സെക്ഷൻ പരിധികളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങുന്ന പ്രദേശങ്ങൾ. KSEB കോടഞ്ചേരി സെക്ഷൻ പരിധിയിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ. കണ്ണോത്ത് ടൗൺ, കണ്ണോത്ത് LP സ്കൂൾ പരിസരം, കാളിറാവ്, പുതുശ്ശേരിപ്പടി എന്നീ സ്ഥലങ്ങളിൽ വൈദ്യുതി മുടങ്ങും. തിരുവമ്പാടി സെക്ഷൻ പരിധിയിൽ HT പോസ്റ്റ് ഷിഫ്റ്റിംഗ് വർക്ക് നടക്കുന്നതിനാൽ നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ചേപ്പിലംകോട്, ബിവറേജ് എന്നീ ട്രാൻസ്ഫോർമർ പരിധിയിൽ വൈദ്യുതി മുടങ്ങും. LT ലൈനിൽ സ്പേസർ ഇടുന്ന വർക്ക് നടക്കുന്നതിനാൽ രാവിലെ 8:30 മുതൽ 11 വരെ കരിമ്പ് ട്രാൻസ്ഫോർമർ പരിധിയിലും 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ കക്കാട്ടുപാറ ട്രാൻസ്ഫോർമർ പരിധിയിലും ഭാഗികമായി വൈദ്യുതി മുടങ്ങും. LT ലൈനിൽ സ്പേസർ ഇടുന്ന വർക്ക് നടക്കുന്നതിനാൽ രാവിലെ 8:30 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ വിളക്കാന്തോട് ട്രാൻസ്ഫോർമർ പരിധിയിലും ഭാഗികമായി വൈദ്യുതി മുടങ്ങും. KSEB പുതുപ്പാടി സെക്ഷൻ പരിധിയിൽ LT ലൈനിൽ വർക്കുള്ളതിനാൽ നാക്കിലമ്പാട്, കാക്കവയിൽ എന്നീ ട്രാൻസ്ഫോർമറുകളുടെ പരിധിയിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഇടവിട്ട സമയങ്ങളിൽ വൈദ്യുതി മുടങ്ങും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.